ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പറയുന്ന 11 നക്ഷത്ര ജാതകർക്കിനി ഉയർച്ചയുടെ നാളുകളാണ്. അതായത് ഈ നക്ഷത്ര ജാതകരെ ശനി പിടിവിടുന്നു. 2026 മാർച്ച് മാസം 8-ാം തീയതി കാലത്ത്, അതായത് 9:34 ശനി സൂര്യനുമായി 15 ഡിഗ്രി അടുത്തു വന്ന് മൗഢ്യത്തിലേക്ക് നീങ്ങി. 2026 ഏപ്രിൽ 12-ാം തീയതി രാത്രി വരെ ശനി ഈ നിലയിൽ തുടരുന്നതാണ്. സൂര്യനുമായി ചേർന്ന് വരുമ്പോൾ ഒരു ഗ്രഹത്തിന് സംഭവിക്കുന്ന ബലഹീനതയാണ് മൗഢ്യം എന്ന അവസ്ഥ. ബലഹീനമായ ഒരു ഗ്രഹം ഗുണദോഷ ഫലങ്ങൾ നൽകാൻ പ്രാപ്തിയുള്ളതല്ല. എങ്കിൽ പോലും ഈ ഒരു ഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്ന ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നെല്ലാം തന്നെ മോചനം ലഭിക്കുന്ന സമയമാണ് ഈ കാലഘട്ടത്തിൽ. അതായത് 2026 മാർച്ച് 8 മുതൽ ഏപ്രിൽ 12 വരെയുള്ള ശനിയുടെ ഈ അവസ്ഥ മാറ്റം മൂലം ഞാൻ ഈ പറയുന്ന 11 നക്ഷത്ര ജാതകർ ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് പടിപടിയായി ഉയരുന്ന ദിവസങ്ങളാണ്. ഞാൻ ഈ പറയുന്നത് 11 നക്ഷത്രങ്ങളുടെയും സാമാന്യ ഫലമാണ്. അതായത് പൊതുവെയുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വന്നു ചേരും. എങ്കിലും ഓരോ വ്യക്തികളും, അതായത് നിങ്ങൾ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിജാതകം, ദശാപഹാരങ്ങൾ, വർഷജാതകം, രാഷ്ട്രജാതകം ഇവയനുസരിച്ച് ദോഷഫലങ്ങളുടെ തീവ്രതയിൽ ചില ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരുന്നതാണ്. ഓരോ നാളുകാരും അനുഷ്ഠിക്കേണ്ട പരിഹാരങ്ങളും ഞാൻ ഇവിടെ പറയാം. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് 7:30 ശനിയുടെ കാഠിന്യം വളരെയധികം കുറയുന്ന സമയമാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങും. വിവാഹം നടക്കാതിരുന്ന ആളുകൾക്ക് മംഗല്യ ഭാഗ്യമുണ്ടാകും. പ്രത്യേകിച്ചും ലഹരി വസ്തുക്കളിൽ നിന്നും മുക്തി നേടാവുന്ന കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയുമെല്ലാം വർദ്ധിക്കും. ഗൃഹനിർമ്മാണത്തിൽ വളരെ വലിയ പുരോഗതി ഉണ്ടാകും. പ്രത്യേകിച്ചും സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് സൽസന്താന സൗഭാഗ്യം വളരെയധികം ആശ്വാസകരമായി മാറുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. അവിചാരിതമായ ധനലാഭം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതയുണ്ട്. പഴയകാല സുഹൃത്തുക്കളുമായി സമാഗമം ഉണ്ടാകും. കുടുംബത്തിൽ വളരെയധികം മനസ്സമാധാനം പ്രതീക്ഷിക്കാം. രോഗശമനമുണ്ടാകും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ശ്രമിക്കുന്ന ആളുകൾക്കും നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ആലോചിക്കാതെ ചെയ്തു പോയ കാര്യങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ടി വരുന്നതാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കുന്നതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും അഭിനന്ദനവും വന്നു ചേരും. ആത്മീയ ഗുരുക്കളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. നല്ല കർമ്മങ്ങളിൽ, അതായത് സൽക്കർമ്മങ്ങളിൽ താല്പര്യം നിങ്ങൾക്ക് വർദ്ധിക്കും. തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും ഉദ്യോഗ കയറ്റവും പ്രതീക്ഷിക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രശസ്തി. പ്രത്യേകിച്ചും മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല വാർത്തകൾ കേൾക്കുവാനും സാധിക്കുന്ന കാലമാണ്. നിങ്ങൾ ദോഷശമനത്തിനായി ദേവീ ഭജനം നടത്തുക. ദേവീക്ഷേത്ര ദർശനം നടത്തി പഞ്ചദുർഗ മന്ത്ര പുഷ്പാഞ്ജലി നടത്തിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിത്യേന ഭവനത്തിൽ ലഘു മന്ത്രജപത്താൽ ദേവിയെ ഉപാസിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. മകയിരം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് കണ്ടകശനിയുടെ ദോഷഫലങ്ങളിൽ നിന്നും വളരെ വലിയ ആശ്വാസം ലഭിക്കുന്ന കാലമാണ്. ഉദ്ദിഷ്ട കാര്യങ്ങളിൽ വിജയമുണ്ടാകും. സമയത്ത് ബന്ധുഗുണം ലഭിക്കാം. പണം നൽകാനുള്ളവരിൽ നിന്നും പലിശ സഹിതം വന്നു ചേരും. ഇൻ്റർവ്യൂ, മത്സര പരീക്ഷകൾ, വിദേശ യാത്രയ്ക്കുള്ള ശ്രമം എന്നിവയിൽ വിജയം ഉറപ്പാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് സന്താനങ്ങൾ മൂലം വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാനും സാധിക്കുന്നതാണ്.
ആരോഗ്യപരമായി രോഗാതി ദുരിതങ്ങൾ ശമിക്കുമെങ്കിലും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഗൃഹ അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ശമിക്കും. കുടുംബത്തിൽ സ്ത്രീജനങ്ങൾ മുഖേന കലഹങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസപരമായി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കും. മത്സര പരീക്ഷകളിൽ വിജയം, അതുപോലെ സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചെലവ് ഉണ്ടാകുന്നതാണ്. ഊഹക്കച്ചവടം, ലോട്ടറി എന്നിവയിൽ ഏർപ്പെടുവാൻ നിങ്ങൾക്ക് സമയം അനുകൂലമല്ലെങ്കിലും പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ തന്നെ ധനവരുമാനം പ്രതീക്ഷിക്കാം. വാഹനം മാറ്റി വാങ്ങുവാൻ ആലോചിക്കും. പരിക്ക്, രോഗാതി ദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്നും വിട്ടുനിന്ന ആളുകൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ജന്മനാളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം നടത്തിക്കുക. നിത്യേന ഭവനത്തിൽ ഗണപതി അഷ്ടോത്തരം ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് കണ്ടകശനിയുടെ കാഠിന്യം വളരെയധികം കുറയും. ഔദ്യോഗിക രംഗത്ത് ഉയർച്ച, സ്ഥലം മാറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്നും ഉപഹാരങ്ങൾ വന്നു ചേരും. കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടിയുണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മികവ് പുലർത്തുവാൻ സാധിക്കും. കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കലുഷിതമായ അന്തരീക്ഷങ്ങളെല്ലാം തന്നെ ശമിച്ചു മാറുന്നതാണ്. വിദേശ യാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കുന്നതാണ്. ക്ഷേത്ര ദർശനം, പുണ്യസ്ഥല സന്ദർശനം ഇവ നടത്തുവാൻ കഴിയുന്നതാണ്. കുടുംബത്തിൽ വളരെയധികം ശാന്തതയുണ്ടാകും. രോഗാതി ദുരിതങ്ങളിൽ നിന്നെല്ലാം തന്നെ വളരെ വലിയ മോചനം ലഭിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് വിദേശ സഞ്ചാരം സാധ്യമാകും. വാഹനം, ഭൂമി എന്നിവ വാങ്ങുവാനുള്ള തീരുമാനം നീട്ടിവെക്കേണ്ടി വന്നേക്കാം. സർക്കാർ ജീവനക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രമോഷൻ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ നേട്ടം കൈവരിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ സർക്കാർ ജോലി ലഭിക്കുവാനും സാധ്യതയുള്ള കാലമാണ്. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അംഗീകാരം ലഭിക്കും. സന്താന ഗുണം അനുഭവിക്കുവാനും സാധിക്കുന്ന കാലമാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ധർമ്മശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താവിങ്കിൽ നീരാഞ്ജനം കത്തിക്കുക. എള്ളു പായസ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. വളരെ കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കണ്ടകശനി ദോഷ ദുരിതങ്ങളെല്ലാം തന്നെ നീങ്ങി നിങ്ങളുടെ ജീവിതത്തിലും തൊഴിലിലും വളരെ വലിയ ഉയർച്ച ലഭിക്കുന്നതാണ്. ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനയോഗമുണ്ട്. വാഹന ലാഭത്തിനും യോഗം കാണുന്നു. പ്രത്യേകിച്ചും നിങ്ങളുടെ ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും. പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പണം കടം നൽകിയിരുന്നത് തിരികെ കിട്ടും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും ധനസമ്പാദനത്തിലുള്ള ശ്രമങ്ങളെല്ലാം തന്നെ വിജയിക്കും. അതോടെ പലതരത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തികമായ നിങ്ങളുടെ വിഷമതകളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രശസ്തി ഉണ്ടാകും. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിറവേറുവാൻ സാധിക്കുന്ന സമയമാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ സ്വാമിക്ക് വെണ്ണ, അവൽ ഇവ നിവേദിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് കണ്ടകശനി കാഠിന്യം വളരെയധികം കുറയുന്നു. ബിസിനസ്സുകളിൽ വലിയ നേട്ടം പ്രതീക്ഷിക്കാം. ഗൃഹത്തിൽ ശാന്തത കൈവരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. ബന്ധുഗ്രഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. അതുപോലെ തന്നെ ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തു കഴിയുവാനുള്ള അവസരം വന്നു ചേരും. പുതിയ പദ്ധതികളിൽ പണം മുടക്കുന്നതാണ്. അതിൽ നിന്നും നിങ്ങൾ മികച്ച നേട്ടം കൈവരിക്കും. അധികാരികളിൽ നിന്നും അനുകൂലമായ തീരുമാനവും വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ അസ്വസ്ഥതകളും ശമിക്കുന്നതാണ്. നിങ്ങളുടെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. സർക്കാരിൽ നിന്നും അനുകൂലമായ എല്ലാവിധ ഉത്തരവുകളും ലഭിക്കുന്ന കാലം കൂടിയാണ്.
പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് സർക്കാർ ജോലിയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതിയോ വന്നു ചേരും. ദോഷശമനത്തിനായി സുബ്രഹ്മണ്യ സ്വാമിയെ ഭജനം നടത്തുക, നിത്യേന അഷ്ടോത്തരം ജപിക്കുക. കൂടാതെ നാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് കണ്ടകശനി മൂലം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ദുഃഖ ദുരിതങ്ങൾക്കും ശാന്തിയുണ്ടാകും. പ്രധാന ജോലിയിൽ നിന്നല്ലാതെ തന്നെ ധനവരുമാനം പ്രതീക്ഷിക്കാം. വാഹനം മാറ്റി വാങ്ങുവാൻ ആലോചിക്കും. പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലിയിൽ നിന്നും വിട്ടുനിന്നിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസപരമായി വലിയ നേട്ടങ്ങൾ കൈവരിക്കും. പ്രത്യേകിച്ചും മത്സര പരീക്ഷകളിൽ വിജയം ഉറപ്പാണ്. അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകുന്ന സൂചനകളുണ്ടാകും. ഭൂമി വിൽപ്പനയിൽ തീരുമാനമാകുന്നതാണ്. ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭം. സന്താന ഗുണം അനുഭവിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധവും വന്നു ചേരും. നിങ്ങൾ ദോഷ പരിഹാരത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ശിവഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. വളരെ കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടകശനി ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ്. വിദേശ സഞ്ചാരമെന്ന സ്വപ്നം സാധ്യമാകും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. ബന്ധുജന സഹായം വഴി സാമ്പത്തികമായ വിഷമതകളെല്ലാം തന്നെ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് നിങ്ങളുടെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രമോഷൻ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ നേട്ടം കൈവരിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ സർക്കാർ ജോലി ലഭിക്കുവാനും ഭാഗ്യമുള്ള സമയം കൂടിയാണ്. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. സന്താന ഗുണം അനുഭവിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ധർമ്മശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. കണ്ടകശനിയുടെ ദോഷഫലങ്ങൾ നിങ്ങൾക്ക് വളരെയധികം കുറയുന്നു. നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ മോചനം ലഭിക്കുന്ന കാലമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ വിവാഹ ബന്ധം വന്നു ചേരും. രോഗാദി ദുരിതങ്ങളിൽ വിഷമിക്കുന്ന ആളുകൾക്കും ആശ്വാസം പ്രതീക്ഷിക്കാം. പുതിയ ആഭരണം വാങ്ങുവാൻ സാധിക്കുന്ന കാലമാണ്. അതുപോലെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് വിജയമുണ്ടാകും. ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. കുടുംബജീവിത സൗഖ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പണമിടപാടുകളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാകും. മാനസികമായി നിങ്ങളുടെ മനസ്സിൽ നിന്നിരുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും സാധിക്കുന്ന കാലമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താ ഭജനം നടത്തുക. ശാസ്താവിങ്കൽ ദർശനം നടത്തി എള്ളു പായസ നിവേദ്യം, പുഷ്പാഞ്ജലി ഇവ നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. വളരെ കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കണ്ടകശനി ദുരിതങ്ങളെല്ലാം നീങ്ങും. കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കുന്നതാണ്. പുതിയ വാഹനം വാങ്ങുവാൻ കഴിയും. അതുപോലെ പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാകും. മാനസികമായ പിരിമുറുക്കങ്ങളെല്ലാം തന്നെ മാറുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഉയർന്ന വിജയം കൈവരിക്കും. വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ സന്താന ഗുണം അനുഭവിക്കുവാനും സാധിക്കുന്ന കാലമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ സുബ്രഹ്മണ്യ ഭജനം നടത്തുക. ചൊവ്വാഴ്ചകളിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഇരട്ടി ഫലം ചെയ്യുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ തൊഴിലുകളിൽ ഏർപ്പെടുവാൻ കഴിയുന്നതാണ്. വാഗ്ദാനം നൽകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന കാലമാണ്. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടാകും. യാത്രകൾ വളരെയധികം വർദ്ധിക്കുന്ന കാലമാണ്. അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് സൽസന്താന സൗഭാഗ്യമുണ്ടാകും.
ഏജൻസി കമ്മീഷൻ പ്രവർത്തനങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാം. സന്താന ഗുണമുണ്ടാകും. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്കും ഉത്തമ ബന്ധം ലഭിക്കുന്ന കാലമാണ്. നിങ്ങൾ ദോഷശമനത്തിനായി വിഷ്ണു ഭജനം നടത്തുക. ഭവനത്തിൽ ഭാഗവത പാരായണം സ്വയം ചെയ്യുക. അതുപോലെ ജന്മനാളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. 7 ശനിയിൽ ജന്മശനി തുടരുന്ന രേവതി നക്ഷത്ര ജാതകർക്ക് ശനി ദോഷത്തിൻ്റെ കാഠിന്യം വളരെയധികം കുറയുന്നു. കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കുന്നതാണ്. മനസ്സിന് സുഖം ലഭിക്കും. അതുപോലെ നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുന്ന കാര്യം ആലോചനയിൽ വരുന്നതാണ്. അതുപോലെ പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഉയർന്ന വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. അതുപോലെ പണമിടപാടുകളിൽ കൃത്യത പുലർത്തുവാൻ സാധിക്കുന്നതാണ്. സാധിച്ചെടുക്കുവാൻ വിഷമമെന്ന് കരുതിയ നിങ്ങളുടെ പല കാര്യങ്ങളും ഇനി അങ്ങോട്ട് നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാകും. അതുപോലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതാണ്. വിദേശ യാത്രകൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം സംജാതമാകും. ഊഹക്കച്ചവടത്തിൽ വിജയം. ഭൂമി ഇടപാടിൽ വലിയ ലാഭവും പ്രതീക്ഷിക്കാം. നിങ്ങൾ ദോഷശമനത്തിനായി ഗണപതി ഭജനം നടത്തുക. നിത്യേന ഉദയത്തിൽ വീട്ടിൽ വിളക്ക് കൊളുത്തി ഗണപതിയെ സ്മരിച്ച് പ്രാർത്ഥിക്കുക. ജന്മനാളിൽ ഗണപതി ഹോമം കഴിക്കുന്നതും ഇരട്ടി ഗുണം വന്നു ചേരുവാൻ കാരണമാകുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.